എല്ലാവർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്, ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ പല പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസുകളുണ്ട്, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യോട്ടെ. മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ ചെയ്ത് വന്നാലേ ഉള്ളൂ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ഒരെണ്ണം ഉണ്ടായിരിക്കും കേട്ടോ. വേവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗ്രാഫിക് ഇലൂസ്ട്രേഷൻ ഷോസ് എ വേവ് ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 4.5 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഒരു വേവ് ട്രാവൽ ചെയ്യുന്നതിന്റെ ഗ്രാഫിക് റെപ്രസെന്റേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്. അതായത് v ഈസ് ഈക്വൽ ടു എത്രയാണ്? 4.5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇനി ഗ്രാഫ് നോക്കോട്ടെ. ഗ്രാഫിൽ എന്താക്കിയാണ് കൊടുത്തിരിക്കുന്നത് നോക്കണം. എക്സ് ആക്സിൽ ഇവിടെ ടൈം ആണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? ചിലപ്പോൾ എക്സ് ആക്സിൽ എന്താണ് നമുക്ക് ഡിസ്റ്റൻസ് ഒക്കെ തന്നിരിക്കുക. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോണം, എക്സ് ആക്സിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. ഇനി ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫ്രീക്വൻസി ഓഫ് ദ വേവ് അല്ലേ? വേവിന്റെ ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ആ തരംഗത്തിന്റെ എന്താണ് ആവർത്തിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ ആവർത്തി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പീരീഡ് അറിയാമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ആവർത്തി കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലേ? അപ്പൊ ഇവിടെ നോക്കുക, ഈ വേവിന്റെ എന്താണ് എക്സ് ആക്സിൽ ടൈം ആണല്ലോ കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പം ഈ ടൈം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓസിലേഷൻ ആവശ്യമായിട്ടുള്ള സമയമാണല്ലോ പീരീഡ് എന്ന് പറയുന്നത്. ഇവിടെ പീരീഡ് കാണാനും ചോദിച്ചിട്ടുണ്ട്, പീരീഡ് ഓഫ് എ വേവ് എന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എക്സ് ആക്സിൽ ടൈം കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? പീരീഡ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഇല്ലേ? ഇതാ നോക്കുക, എക്സ് ആക്സിൽ ടൈം ആണ്. അപ്പം ഒരു വേവിന് ആവശ്യമായിട്ടുള്ള അല്ലെ, ഒരു ദോലനത്തിന് ആവശ്യമായിട്ടുള്ള സമയം ആണല്ലോ എന്തെന്ന് പറയുന്നത്? പീരീഡ് എന്ന് പറയുന്നത് ഇല്ലേ? അപ്പൊ ഒരു ദോലനം എന്ന് പറയുമ്പോൾ എന്താണ്? ദാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതാ ഇവിടം വരെ എത്തും ഇല്ല, അതാണ് ഒരു ദോലനം എന്ന് പറയുന്നത്. അപ്പൊ എന്താ നോക്കിയേ, എത്ര വരും? ഒരു ദോലനത്തിന് ആവശ്യമായിട്ടുള്ള സമയം, അതാണ് നമ്മുടെ ടൈം പീരീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ദാ എവിടത്തെയാണ് സമയം? 4 സെക്കൻഡ് ആണ് അല്ലേ? അപ്പൊ ടൈം പീരീഡ് നമുക്ക് ഇവിടെ കിട്ടിയല്ലോ, 4 സെക്കൻഡ് എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ മേലെ. ഫ്രീക്വൻസി ഇവിടെ ചോദിച്ചിട്ടുണ്ട്. എ പാർട്ടാണ് ഫ്രീക്വൻസി ചോദിച്ചിരിക്കുന്നത്. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എഫ് ഈസ് ഈക്വൽ ടു നമുക്ക് 1/t എന്ന് എഴുതാം അല്ലേ? അപ്പൊ നമുക്ക് എഴുതാമല്ലോ, 1/t നമുക്ക് ഇവിടെ കിട്ടി. 4 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം 1/4 എന്ന് പറയുമ്പം ആൻസർ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.25 അല്ലേ? 0.25 ഹെർട്സ് എന്ന് നമുക്കിവിടെ ഫ്രീക്വൻസി കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ എ പാർട്ട് കിട്ടി. ഇനി ബി പാർട്ട് ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? പീരീഡ് ഓഫ് എ വേവ്. പീരീഡ് നമ്മളിവിടെ കണ്ടുപിടിച്ചു. ടി ഈസ് ഈക്വൽ ടു 4s എന്ന് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. മനസ്സിലാവുന്നല്ലോ? അല്ലെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിച്ച് നമുക്ക് പീരീഡ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ? ഇനി സി പാർട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? വേവ് ലെന്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? വേവ് ലെന്ത് കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. ഏതാണ്? v ഈസ് ഈക്വൽ ടു എഫ് ലാംഡ എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്കറിയാം ഇല്ല? അതിൽ നിന്ന് ലാംഡ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? v/f വെച്ച് കണ്ടുപിടിക്കാം. അപ്പൊ എങ്ങനെയാണ്? ലാംഡ ഈസ് ഈക്വൽ ടു v ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 4.5 തന്നിട്ടുണ്ട്. എഫ് എത്രയാണ്? 0.25 എന്ന് തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പം ഡിനോമിനേറ്ററിൽ 0.25 ആണ് കിടക്കുന്നത്. നമുക്ക് ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.25 ഇൻറ്റു അടിയിൽ 100 എന്ന് വരും. അപ്പം അത് എത്ര വരും? 450 എന്ന് വരും അല്ലേ? 450 ഡിവൈഡ് ബൈ 25 എന്ന് വരും. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 18 വരും കേട്ടോ. 18 മീറ്റർ എന്ന് വരും. വേവ് ലെന്ത് എത്ര കിട്ടി? 18 മീറ്റർ ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത് ശ്രദ്ധിച്ചോണം കേട്ടോ. ഈ എക്സ് ആക്സിസിൽ എന്താണ് കൊടുത്തിരിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ചെയ്യണം. ചുമ്മാ ചാടിക്കേറി ആൻസർ എഴുതല്. ചിലപ്പോൾ എക്സ് ആക്സിൽ ദൂരമായിരിക്കും തരുന്നത്. അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേവിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും കേട്ടോ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേച്ച് വേണം ആൻസർ ചെയ്യാവുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് 2f ഓഫ് എ ലെൻസ് ആർ ഷോൺ ഇൻ ബിലോ. 2f-ലാണ് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കംപ്ലീറ്റ് ദ ഡയഗ്രാം ടു ഷോ ദ ഫോർമേഷൻ ഓഫ് ഇമേജ് IM. IM ഇമേജ് കിട്ടുന്നതിന്റെ ആ റേ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് 2f-ലാണ് ഇവിടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, വസ്തു ഇരിക്കുന്നത് അല്ലേ? അപ്പൊ പഠിച്ചിരിക്കുന്ന ഐഡിയ മനസ്സിലോർക്കോട്ടെ. 2f-ലാണ് വസ്തു ഇരിക്കുന്നതെങ്കിൽ 2f-ൽ തന്നെ ആയിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. ആ ഒരു ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ വരയ്ക്കണം കേട്ടോ. അപ്പൊ സ്കെയിലൊക്കെ ഉപയോഗിച്ച് കൃത്യമായിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കുക കേട്ടോ. അപ്പൊ ഒരു റേ കടന്നു പോകുന്നത് എങ്ങനെയാണ്? ഒരു റേ ഫോക്കസിൽ കൂടിയാണ് കടന്നു പോകുന്നത് കേട്ടോ. ഒരു റേ ഇങ്ങനെ ഫോക്കസിൽ കൂടെ കടന്നു പോകണം.
അടുത്ത റേ എങ്ങനെ പോകണം? ദാ ഈ ഒപ്റ്റിക് സെന്ററിൽ കൂടെ കടന്നു പോകും കേട്ടോ, ഒപ്റ്റിക് സെന്ററിൽ കൂടെ. അപ്പൊ ദാ റേ ഡയഗ്രം വരയ്ക്കുമ്പോൾ ആരോ മാർക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് കൃത്യമായിട്ട് വരയ്ക്കണം കേട്ടോ. അപ്പൊ രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നത് ആ ഈ പോയിന്റിലാണ് ഇമേജ് ഉണ്ടാകുന്നത് കേട്ടോ. ഇതാണ് IM എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, 2Fലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നെങ്കിൽ ഇമേജ് ഉണ്ടാകുന്ന IMലായിരിക്കും. ആ ഇമേജിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? സെയിം സൈസ് ആണ് കേട്ടോ, സെയിം സൈസ് ആണ്. പിന്നെ എന്താണ്? റിയൽ ആണല്ലേ, റിയൽ ആണ്. അതുപോലെ തന്നെ ഇൻവേർട്ടഡും ആണ്, സെയിം ഒരേ വലിപ്പമാണ്, യഥാർത്ഥമാണ്. അതുപോലെ തന്നെ തലകീഴായതുമാണ്. അത് പ്രത്യേകം മനസ്സിലാണ് കേട്ടോ. ആ റേ ഡയഗ്രത്തിന്റെ ആ ഒരു ഫോർമാറ്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അതായത് ബിയോണ്ട് 2F, പിന്നെ F ആണ്, പിന്നെ ബിറ്റ്വീൻ F ആൻഡ് 2F ആണ്. ആ ഒരു ഓർഡർ നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പം കൃത്യമായിട്ട് 2Fലാണെന്നുണ്ടെങ്കിൽ 2F തന്നെയായിരിക്കും ഇമേജ് ഉണ്ടാവുന്നത്, മനസ്സിലാക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് 20 സെന്റിമീറ്റർ ഫ്രം എ കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 15 സെന്റിമീറ്റർ. എന്താണ്? ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്, കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ, കോൺവെക്സ് ലെൻസ് ആണ്. അപ്പം വസ്തുവിലേക്കുള്ള ദൂരം തന്നിട്ടുണ്ട്, എത്രയാണ്? 20 സെന്റിമീറ്റർ. അപ്പൊ എത്രയാണ്? മൈനസ് അല്ലേ വരുന്നത്, -20 സെന്റിമീറ്റർ ആണ്. ദെൻ ഫോക്കൽ ലെങ്ത് കോൺവെക്സ് ലെൻസ് ആണ്, റൈറ്റ് സൈഡിലാണല്ലോ വരുന്നത്. അപ്പൊ എത്രയാണ്? പ്ലസ് ആണ്, അപ്പൊ 15 സെന്റിമീറ്റർ. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? യൂസ് എ ലെൻസ് ഫോർമുല ടു കാൽക്കുലേറ്റ് ദ പൊസിഷൻ ഓഫ് ദി ഇമേജ്. V ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ലെൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ലെൻസ് ഫോർമുല അല്ലേ, അപ്പൊ ലെൻസ് ഫോർമുല ആദ്യം നിങ്ങൾ എഴുതണം കേട്ടോ. 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. ഇതാണ് നമ്മുടെ ലെൻസ് ഫോർമുല. അതിൽ നമുക്ക് 1/v ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, 1/v അല്ല v ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ 1/v മാറ്റണം. അപ്പൊ എങ്ങനെ വരും? 1/f പ്ലസ് 1/u എന്ന് വരും. അത് നമുക്ക് എളുപ്പത്തിൽ വിയുടെ ഇക്വേഷൻ ചെയ്താലോ. v ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ദാറ്റ് ഈസ് ഇവിടെ പ്ലസ്, ഇവിടെ നടക്കുന്നത് പ്ലസ് ആണ് വരുന്നത്. അപ്പം v ഈസ് ഈക്വൽ ടു UF കേട്ടോ, UF ഡിവൈഡഡ് ബൈ u പ്ലസ് f. വിയുടെ ഇക്വേഷൻ ഇതാണ് കേട്ടോ, കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കണ്ടുപിടിക്കേണ്ടെങ്കിൽ UF ഡിവൈഡഡ് ബൈ u പ്ലസ് ആണ്. ഇനി f ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ, f ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എങ്ങനെ വരും? UV ഡിവൈഡഡ് ബൈ u മൈനസ് v എന്ന് വരും കേട്ടോ. ഇനി u ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിലോ FV ഡിവൈഡഡ് ബൈ f മൈനസ് v. ഇത് നിങ്ങൾ കൃത്യമായിട്ട് കേട്ടോ, ഈ 3 ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഏതാണ്? ഇമേജ് ഡിസ്റ്റൻസ് ആണല്ലേ കണ്ടുപിടിക്കണ്ടേ, പ്രതിബിംബത്തിലേക്കുള്ള ദൂരമാണ് കണ്ടുപിടിക്കണ്ടേ ഇല്ലേ. അപ്പം v ആണല്ലോ, അപ്പൊ v ഈസ് ഈക്വൽ ടു UF ഡിവൈഡഡ് ബൈ u പ്ലസ് f ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. u എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? -20 ആണ്. f എന്ന് പറഞ്ഞിരിക്കുന്നത് 15 ആണ്. ഡിവൈഡ് ബൈ u എത്രയാണ്? -20 പ്ലസ് 15 വരും. ഇത് എത്ര വരും? അത് -300 എന്ന് വരും കേട്ടോ, -300 എന്ന് വരും. ഡിവൈഡ് ബൈ -20 പ്ലസ് 15 എന്ന് വരുമ്പം -5 വരും. മനസ്സിലായല്ലോ? മൈനസ് ഇവിടെ ക്യാൻസൽ ആയി പോകും. പിന്നെ 300 ഡിവൈഡ് ബൈ 5 എന്ന് വരുമ്പോൾ എത്രയാണ്? 60 വരും ഇല്ലേ, 60 സെന്റിമീറ്റർ. അപ്പൊ v കിട്ടി ഇല്ലേ. v 60 സെന്റിമീറ്റർ. വിയുടെ വാല്യൂ എന്ന് വെച്ചാൽ പോസിറ്റീവ് വാല്യൂ ആണ്. അതായത് ഇമേജ് എവിടെയാണ് ഉണ്ടാകുന്നത്? റൈറ്റ് സൈഡിൽ. v പോസിറ്റീവ് വാല്യൂ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം, റേ ഡയഗ്രത്തിന് ഒരു എന്താണ് ഒരു കാര്യം മനസ്സിലുണ്ടായിരിക്കണം. v പോസിറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി അപ്പൊ ഇമേജിന്റെ സ്ഥാനം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഈ പ്രതിബിംബം യഥാർത്ഥമാണോ, മിഥ്യയാണോ, നിവർന്നതാണോ, തലകീഴായതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിലാണല്ലോ ഉണ്ടായത്, വലതുവശത്താണ്, ലെൻസിന്റെ വലതുവശത്താണ് അവിടെ ഇമേജ് ഉണ്ടായത്. അപ്പൊ അങ്ങനെ ഇമേജ് ഉണ്ടാകുമ്പോൾ അത് എന്ത് തരത്തിലുള്ള ഇമേജ് ആയിരിക്കും? റിയൽ ആയിരിക്കും ഇല്ലേ, റിയൽ ആയിരിക്കും. അതായത് യഥാർത്ഥമായിരിക്കും. അതുപോലെ തന്നെ എങ്ങനെയാണ്? ഇൻവേർട്ടഡ് ആണ് ഇല്ലേ, ഇൻവേർട്ടഡും ആയിരിക്കും. ഇൻവേർട്ടഡ് അല്ലെങ്കിൽ എന്താണ്? തലകീഴായതായിരിക്കും കേട്ടോ, തലകീഴായതും ആയിരിക്കും. അപ്പൊ ആ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടായി. ലെൻസ് റഫായിട്ടുള്ള ഐഡിയ ഉണ്ടായി. ലെൻസിങ് ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ അത് പോസിറ്റീവ് വാല്യൂ വരുവാണെങ്കിൽ ഇമേജ് ഇവിടെ ആയിരിക്കും ഉണ്ടാകുന്നത്. എപ്പോഴും വസ്തു എപ്പോഴും ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. അപ്പൊ നെഗറ്റീവ് വാല്യൂ വരും. പോസിറ്റീവ് വാല്യൂ v വരുവാണെങ്കിൽ റൈറ്റ് സൈഡിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചുള്ള ഒരൊറ്റ സിറ്റുവേഷനിൽ മാത്രമേ ഉള്ളൂ ലെഫ്റ്റ് സൈഡ് ഇമേജ് ഉണ്ടാകുന്നത്. അത് എവിടെ ഇരിക്കുമ്പോഴാണ്? എഫിനും ലെൻസിനും ഇടയിൽ ഒബ്ജക്റ്റ് ഇരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഇമേജ് ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാകത്തുള്ളൂ. ബാക്കി എല്ലാ സിറ്റുവേഷനിലും റൈറ്റ് സൈഡിലാണ് ഇമേജ് ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The vibration of an object induced by an external vibrating object is called forced vibration. കമ്പനം ചെയ്യുന്ന വസ്തുവിന്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതാണ് പ്രണോദിത കമ്പനം അല്ലേ. നോക്കേ, when does an object undergoing forced vibration vibrate with maximum amplitude? എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തു
പരമാവധി ആയതിയിൽ കമ്പനം ചെയ്യുന്ന എപ്പോഴാണ്? പ്രണോദിത കമ്പനം കൊടുക്കുക, അതായത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ വരിക. അപ്പം ആ വസ്തു ഫോഴ്സ്ഡ് വൈബ്രേഷൻ കിട്ടുന്ന ആ വസ്തു പരമാവധി ആയതിയിൽ കമ്പനം ചെയ്യുന്ന എപ്പോഴായിരിക്കും? രണ്ടിന്റെയും ഫ്രീക്വൻസി ഒരുപോലെ ആയിരിക്കും അല്ലേ? അപ്പൊ എന്ത് പറയാം? ഫ്രീക്വൻസി ഓഫ് ബോത്ത് ഓഫ് ദം ആർ ഈക്വൽ എന്ന് പറയാം അല്ലേ? ഫ്രീക്വൻസി ഓഫ് ബോത്ത് ഓഫ് ദം ആർ ഈക്വൽ. അതായത് നമ്മൾ പ്രണോദിത കമ്പനം കൊടുക്കുന്നുണ്ടല്ലോ, ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഒബ്ജക്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ആ ഒബ്ജക്റ്റിന്റെ ഏത് വസ്തുവാണോ ഫോഴ്സ്ഡ് വൈബ്രേഷൻ കൊടുക്കുന്നത് അതിന്റെ രണ്ടിന്റെയും ഫ്രീക്വൻസി ഈക്വൽ ആകുമ്പോൾ എന്താണ്? മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആയതിൽ അത് കമ്പനം ചെയ്യും. രണ്ടിന്റെയും ഫ്രീക്വൻസി ആവർത്തി ഒരുപോലെ ആകുമ്പോൾ അത് എന്താണ്? പരമാവധി ആയതിൽ കമ്പനം ചെയ്യും. മനസ്സിലായല്ലോ? ഇനി വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ഫിനോമിനൻ ഇൻ വിച്ച് ആൻ ഒബ്ജക്റ്റ് അണ്ടർഗോയിങ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ വൈബ്രേറ്റ്സ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്? പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തു പരമാവധി ആയതിൽ കമ്പനം ചെയ്യുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? റെസൊണൻസ് അല്ലേ? റെസൊണൻസ് അല്ലെങ്കിൽ എന്താണ് മലയാളത്തിൽ പറയുന്നത്? അനുനാദം ഇല്ലേ? അനുനാദത്തിലാവുമ്പോഴാണ് അത് പരമാവധി ആയതിൽ കമ്പനം ചെയ്യുന്നത്. ഇനി വാട്ട് ആർ ദ ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ? ഫോഴ്സ്ഡ് വൈബ്രേഷന്റെ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ് ഇല്ല? ഏതൊക്കെയാണ് ഫോഴ്സ്ഡ്? ഇപ്പം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിലൊക്കെ ഇല്ല, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിലൊക്കെ എങ്ങനെയാണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് വരുന്നത് അല്ലേ? പിന്നെ ഏതൊക്കെ പറയാം? നമ്മുടെ റേഡിയോ ട്യൂണിംഗ് ഒക്കെ ഉണ്ടല്ലോ, റേഡിയോ ട്യൂണിങ്. അപ്പൊ അതൊക്കെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. റേഡിയോ ട്യൂണിംഗ് ഉണ്ട്, സ്റ്റെത്തിലും കേട്ടോ. അതിലൊക്കെ എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷന്റെ ആപ്ലിക്കേഷൻ വരുന്നതാണ് കേട്ടോ. മനസ്സിലായല്ലോ? അപ്പം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ലൗഡ് സ്പീക്കർ കേട്ടോ, ലൗഡ് സ്പീക്കർ അല്ലെങ്കിൽ റേഡിയോ ഉണ്ടല്ലോ, റേഡിയോ ട്യൂണിംഗ് ഒക്കെ ഉണ്ടല്ലോ, റേഡിയോ ട്യൂണിംഗ് എന്നൊക്കെ പറയാം കേട്ടോ. റേഡിയോ അല്ലെങ്കിൽ റേഡിയോ റിസീവർ ഉണ്ടോ, റേഡിയോ റിസീവർ. ഇതിലൊക്കെ എന്താണ്? ഈ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് വരുന്നത് കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. It is found that the wavelength of sound traveling through the air at a speed of 350 meter per second is 0.01 meter. Calculate the frequency of this wave. Can this sound be heard by humans while? What is this type of sound known as? അതായത് വായുവിൽ കൂടി 350 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്ന ശബ്ദ തരംഗത്തിന്റെ തരംഗ ദൈർഘ്യം 0.01 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അത് സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എത്രയാണ്? 350 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. തരംഗദൈർഘ്യം ലാംഡ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.014 മീറ്റർ എന്നും തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ എന്താണ്? തരംഗത്തിന്റെ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ഇക്വേഷൻ ഏതാണ്? V = F ലാംഡ. ആ ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. F = V/ലാംഡ അല്ലേ? അത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാമല്ലോ. B എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 350 ആണ്. ലാംഡ എത്രയാണ്? 0.14 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 25,000 എന്ന് കിട്ടും. 25,000 ഹെർട്സ് എന്ന് കിട്ടും. മനസ്സിലായല്ലോ? ഫ്രീക്വൻസി 25,000 ഹെർട്സ് എന്ന് തോന്നുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? മനുഷ്യന് ഈ ശബ്ദം കേൾക്കാൻ കഴിയുമോ? എന്തുകൊണ്ട്? 25,000 ഹെർട്സ് ആണ്. കേൾക്കാൻ പറ്റുമോ? ഇല്ല. റീസൺ എന്താണ്? ഓഡിബിൾ റേഞ്ച്. മനുഷ്യന്റെ ഓഡിബിൾ റേഞ്ച് എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയുള്ളൂ. അതിൽ കൂടുതലല്ലേ ഓഡിബിൾ റേഞ്ച്? ഹ്യൂമൻ ബീയിങ് ഈസ് 20 ഹെർട്സ് ടു 20,000 ഹെർട്സ് ആണ്. ഗ്രേറ്റർ ദാൻ 20,000 ആണ് അല്ലേ? സോ ഹ്യൂമൻ ബീയിങ്സ് കനോട്ട് ഹിയർ ദിസ് സൗണ്ട്. ഹ്യൂമൻ ബീയിങ്സിന് ഈ സൗണ്ട് കേൾക്കാൻ സാധിക്കുന്നില്ല. റീസൺ മനസ്സിലായല്ലോ? ഓഡിബിൾ റേഞ്ച് ഇവിടെ എഴുതണം കേട്ടോ. ഓഡിബിൾ റേഞ്ച് ഓഫ് ഹ്യൂമൻ ബീയിങ് ഈസ് ദിസ് വൺ. Therefore we cannot hear this sound. ക്ലിയർ ആയല്ലോ? ഇനി വാട്ട് ഈസ് ദിസ് ടൈപ്പ് ഓഫ് സൗണ്ട് ഈസ് നോൺ ആസ്? ഈ ടൈപ്പിലുള്ള സൗണ്ട് എന്താണ് പറയുന്നത്? 20,000 ഹെർട്സിന് മുകളിലുള്ളതിന് എന്താണ് പറയുന്നത്? അൾട്രാസോണിക് സൗണ്ട്. എന്താണ്? അൾട്രാസോണിക് സൗണ്ട് എന്നാണ് ഈ ഒരു സൗണ്ടിനെ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഫ്രീക്വൻസിയിലുള്ള സൗണ്ടിനെ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, പവർ ഓഫ് എ ലെൻസ് ഈസ് -4D. വിച്ച് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ്? പവർ -4D എന്ന് തോന്നുന്നു. മൈനസ് വരുവാണെങ്കിൽ ഏത് ടൈപ്പ് ലെൻസ് ആയിരിക്കും? കോൺകേവ് ഇല്ലേ? കോൺകേവ് ലെൻസ് ആയിരിക്കും ഇവിടെയുള്ളത്. ഇനി കാൽക്കുലേറ്റ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദിസ് ലെൻസ്. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. ഇവിടെ പവർ തന്നിട്ടുണ്ട്, -4D എന്നാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം പവർ P = 1/f ആണ്. അപ്പൊ F എങ്ങനെ വരും? 1/P എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ് = 1/-4 അല്ലെ? അപ്പൊ എത്ര വരും? പോയിന്റ് നെഗറ്റീവ് ഉണ്ടല്ലേ, 0.25 എന്ന് വരും കേട്ടോ. 0.25 മീറ്ററിലാണ് വരുന്നത് കേട്ടോ. പവർ വന്ന് ഡയോപ്റ്ററിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫോക്കൽ ലെങ്ത് എങ്ങനെയായിരിക്കും വരുന്നത്? 0.25 മീറ്റർ ആയിരിക്കും വരുന്നത്.
പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ സപ്പോസ് എന്താണ് ഫോക്കൽ ലെങ്ത് ഒക്കെ നമുക്ക് സെന്റിമീറ്ററിൽ തരുക 0.25 സെന്റിമീറ്റർ അല്ലെങ്കിൽ 25 സെന്റിമീറ്റർ എന്നൊക്കെ തരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പവർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് 25/100 ചെയ്യുമ്പോൾ നമുക്ക് 0.25 കിട്ടും. അപ്പൊ അങ്ങനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടേ ഉള്ളൂ പവർ കണ്ടുപിടിക്കാൻ പാടുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് എഴുതി വെച്ചേക്കല്, ശ്രദ്ധിച്ചോണം കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. An oscillating pendulum bob takes 0.4 second to move from A to B. കണ്ടോ, ഒരു ഓസിലേറ്റിംഗ് ബോബ് ആണ് കേട്ടോ. അത് എയിൽ നിന്നും ബിയിലേക്ക് വരാനെടുക്കുന്ന സമയം കേട്ടോ 0.4 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ടൈം എങ്ങനെ എവിടുത്തെ സമയമാണ്, എയിൽ നിന്നും ബിയിലേക്ക് വരാനെടുക്കുന്ന സമയമാണ് 0.4 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ. ഇനി ദ ഡിസ്റ്റൻസ് ഫ്രം എ ടു ബി, ഡിസ്റ്റൻസ് ആണ് കേട്ടോ, എയിൽ നിന്നും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, 18 സെന്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട്. 18 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ. ഇനി എന്താണ്, ഫൈൻഡ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ഓസിലേഷൻ. ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലേ. ഇക്വിലിബ്രിയം പൊസിഷൻ അപ്പോൾ സെൻട്രലല്ലേ വരുന്നത്. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാ ഇങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്, 18 വരുന്നത് ഇല്ലേ. അപ്പൊ എത്രയായിരിക്കും ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അതിന്റെ പകുതി ആയിരിക്കും അല്ലേ. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 18/2, അതായത് 9 അല്ലേ, 9 സെന്റിമീറ്റർ ആയിരിക്കും ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി ബി പാർട്ട് നോക്കിയേ, എന്താണ്, ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്സ് ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. ഒരു ദോലനം പൂർത്തിയാക്കുന്നതിന് ബോബ് എത്ര സമയം എടുക്കും. ഇപ്പൊ എ തൊട്ട് ബി വരെ, എയിൽ നിന്ന് തുടങ്ങി ബിയിൽ നിന്ന് വരെ എത്താനുള്ള സമയം എത്രയാണ്, 0.4 സെക്കൻഡ് എന്ന് പറയുന്നത്. തിരിച്ച് എയിൽ എത്തണ്ടേ എപ്പോഴല്ല ഒരു ദോലനം പൂർത്തിയാക്കുന്നത്, അതായത് ടൈം പീരീഡ്. അപ്പൊ എത്ര വരും, ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ എത്ര വരും, അതിന്റെ ഇരട്ടി ഇല്ലേ, 0.45 × 2 വരും. എത്രയാണ് വരുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.9 സെക്കൻഡ് എന്ന് എടുക്കാം ഇല്ലേ. അപ്പൊ ടൈം പീരീഡ് നമുക്ക് എത്ര കിട്ടി, ഇവിടം വരെ 0.45 ആണ്, അതിന്റെ ഇരട്ടി വരും ഇല്ല, ഇങ്ങോട്ടും കൂടെ വരും. അപ്പൊ എത്രയാണ്, 0.9 സെക്കൻഡ് വരും. ക്ലിയർ ആയല്ലോ. ഇനി സി പാർട്ട്, വാട്ട് ഈസ് ഇറ്റ്സ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി കണ്ടുപിടിക്കണം, എഫ് കണ്ടുപിടിക്കണം. എഫ് ഈസ് ഈക്വൽ ടു 1/t ചെയ്താൽ പോരെ. അപ്പം 1/0.9 അല്ലേ, 1/0.9 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.11 എന്നും കിട്ടും കേട്ടോ, 1.11 ഹെർട്സ്. മനസ്സിലായോ. ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന രീതി കണ്ടില്ല, ആപ്ലിക്കേഷനിലുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അപ്പം ചെയ്ത് നോക്കുക, കാര്യം മനസ്സിലാക്കണം. കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ കൃത്യമായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, കംപ്ലീറ്റ് ദ ഫോളോയിങ് ഡയഗ്രാം ഷോവിംഗ് ദ ഡിസ്പേർഷൻ ഓഫ് വൈറ്റ് ലൈറ്റ്. ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വൈറ്റ് ലൈറ്റ് ആണ് ഇവിടെ വന്ന് വീഴുന്നത്. വൈറ്റ് ലൈറ്റ് വന്ന് വീഴുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ വെച്ച് റിഫ്രാക്ഷൻ നടക്കും. അതുപോലെ തന്നെ എന്താണ്, ഡിസ്പേർഷനും സംഭവിക്കും ഇല്ലേ, ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുമല്ലോ, ഡിസ്പേർഷനും സംഭവിക്കുക. പ്രത്യേകം ശ്രദ്ധിച്ച് വരയ്ക്കണം കേട്ടോ, ഡിസ്പേർഷനും അവിടെ സംഭവിക്കും. അപ്പൊ എന്താണ്, ഇവിടെ വയലറ്റ് ആണ്, ഇവിടെ റെഡ് ആണ് അവിടെ വരുന്നത്. ക്ലിയർ ആയല്ലോ. ചിലപ്പോൾ ചോദിക്കും ലേസർ ലൈറ്റ് വരും. ലേസർ ലൈറ്റ് ആണെങ്കിൽ ഒറ്റ ഇതോളം വരത്തുള്ളൂ. അപ്പൊ ലേസർ ലൈറ്റ് രീതിയിൽ വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ, ലേസർ ലൈറ്റ് ആണ് ഇവിടെ വന്ന് വീഴുന്നെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ലേസർ ലൈറ്റ് ഇവിടെ വന്ന് കേട്ടോ ചെരിഞ്ഞ് വന്ന് വീഴുവാണെങ്കിൽ ഒറ്റ ഇതോ അവിടെ ഡിസ്പേർഷൻ സംഭവിക്കുകയല്ല. അപ്പൊ ഒറ്റ ലൈനും ഉള്ളു വരയ്ക്കാവുള്ളൂ. ലേസർ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചോണം. ഇനി പ്രകീർണം സംഭവിക്കുന്നത് പ്രകൃതിയിലെ ഒരു പ്രതിഭാസം ഏതാണ്, റെയിൻബോ അല്ലേ, റെയിൻബോ, മഴവില്ല്. മനസ്സിലായല്ലോ. മഴവില്ല് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, മഴവില്ലിന്റെ നിറങ്ങൾ ഔട്ടർ സൈഡും ഇന്നർ സൈഡിലും ഒക്കെ നിറങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെച്ച് പഠിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 2 മെയിൻ പാർട്സ് ഓഫ് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആർ ഒബ്ജക്റ്റീവ് ആൻഡ് ഐ പീസ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ 2 മെയിൻ പാർട്സുകൾ ഏതൊക്കെയാണ്, ഒബ്ജക്റ്റീവും ആണ് ഐ പീസും ആണ്. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദി ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവില് അല്ലേ, ഒബ്ജക്റ്റീവില് നമ്മൾ വസ്തുവിനെ കാണുന്നുണ്ട്. അപ്പോൾ ഇമേജിന്റെ പൊസിഷൻ എവിടെയാണ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ്. പിന്നെ എന്താണ്, ഇൻക്രീസിംഗ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റീവ് ലെൻസ് വിൽ നോട്ട് ബി ബെനിഫിഷ്യൽ. വൈ, അതായത് ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം കൂടുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ബെനിഫിഷ്യൽ അല്ല, ഗുണകരമല്ല. അതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം പൊസിഷൻ ഓഫ് ദി ഇമേജ്, ചിത്രം ഉണ്ടല്ലോ, ചിത്രം മൈൻഡിൽ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. ഇവിടെയാണ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെന്ത് ഇവിടെ എങ്ങനെയാണ്, കുറവാണ് കേട്ടോ. അതൊക്കെ ഓർത്തോണം കേട്ടോ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് ഇല്ല, ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെന്ത് ഇവിടെ എങ്ങനെയാണ്, കുറവാണ്. ഇവിടെ ഫോക്കൽ ലെന്ത് കൂടുതലാണ്. പഠിക്കുമ്പോൾ ഒരു കാര്യം പഠിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുക കേട്ടോ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, വാട്ട് ഇസ് ദ പൊസിഷൻ ഓഫ് ദി ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവിൽ ഉണ്ടാവുന്ന ഇമേജ് ഇതാണല്ലേ, ഇതാണ് ഇതിന്റെ പൊസിഷൻ എവിടെയാണ്, ബിയോണ്ട്, നമുക്ക് എന്ത് പറയാം, ബിയോണ്ട് 2F അല്ലേ, 2F
അല്ലെ 2F ഉണ്ടല്ലേ 2FO ബിയോണ്ട് 2FOയ്ക്ക് അപ്പുറത്തായിട്ടാണ് ഉണ്ടാകുന്നത്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ്? ആ ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? എൻലാർജ്ഡ് ആണ് അല്ലേ, എൻലാർജ്ഡ് ആണ് അല്ലെ, സൈസ് ഇതിനേക്കാളും സൈസ് കൂടുതലാണ്. പിന്നെ എന്താണ് റിയൽ ആണ് ഇല്ല, റിയൽ ആണ്. പിന്നെ എന്താണ് ഇൻവേർട്ടഡും ആണ്, റിയൽ ആണ് ഇൻവേർട്ടഡും ആണ്. ക്ലിയർ ആയല്ലോ. ഇനി ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം, ഇതിന്റെ ഫോക്കൽ ലെന്ത് കുറവാന്ന് പറഞ്ഞു, അപ്പൊ കൂട്ടുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞു. അതിന്റെ റീസൺ എന്താണ്? ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതേപടി അങ്ങ് പഠിക്കുക കേട്ടോ. ഫോക്കൽ ലെന്ത് ഓഫ് ദ ഒബ്ജക്റ്റീവ് ഈസ് ലെസ് ഇൻ ലോങ്ങർ, ദ സൈസ് ഓഫ് ദ ഇമേജ് വിൽ ബി സ്മോളർ ആയിരിക്കും. ദാറ്റ് മീൻസ് മാഗ്നിഫിക്കേഷൻ വിൽ ബി ലെസർ ആണ്. സോ ദ ഒബ്ജക്റ്റീവ് ലെൻസ് ഷുഡ് ഹാവ് എ ഷോർട്ടർ ഫോക്കൽ ലെന്ത്. അതായത് ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം കൂടിപ്പോയ കുറവാണ്. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെന്ത് എങ്ങനെയാണ്? കുറവാണ്. കൂടുതലായെങ്കിൽ എങ്ങനെയായിരിക്കും? പ്രതിബിംബത്തിന്റെ വലിപ്പം അവിടെ കുറയും. ഫോക്കസ് ദൂരം കൂടി കഴിഞ്ഞാൽ പ്രതിബിംബത്തിന്റെ വലിപ്പം കുറയും, അതായത് ചെറുതായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പം ഒരുപാട് വലിപ്പം കുറഞ്ഞു കഴിഞ്ഞാൽ ശരിയായല്ലോ, ആവർത്തനം അവിടെ കുറവായിരിക്കും. അതുകൊണ്ട് ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം അവിടെ കുറവായിരിക്കണം. മനസ്സിലല്ല. അപ്പം ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് കൂട്ടാൻ സാധിക്കില്ല. ഒരു പർട്ടിക്കുലർ ഇതായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതായത് IPS ഉണ്ട്, അതിനേക്കാളും കുറവായിരിക്കണം. അത് നമ്മൾ കൂട്ടാൻ പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ആൻ ഒബ്ജക്ട് OB ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ ലെൻസ് ആൻഡ് ഇറ്റ് ഫോക്കസ് ആർ ഷോൺ ഇൻ ബിലോ. കണ്ടില്ല, ഒരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? കോൺവെക്സ് ലെൻസ് ആണ്. Fനും ഇല്ലേ ഫോക്കസിനും ലെൻസിനും ഇടയിലാണ് വെച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് ദ റേ ഡയഗ്രം ടു ഷോ ദ ഫോർമേഷൻ ഓഫ് ഇമേജ്. ഇമേജ് ഫോം ചെയ്യുന്നു. ഈ ഒരു ഒറ്റ ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ ഇമേജ് ഫോം ചെയ്യുന്ന കോൺവെക്സ് ലെൻസിന്റെ കേസിൽ. എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്? നമുക്കറിയാം അല്ലേ, ബാക്കിലേക്കാണ് പോകുന്നത്. അതായത് ഇവിടെ നമ്മൾ ഇതാ ഇങ്ങനെ വരയ്ക്കും. സോറി, ശരിക്കും വരയ്ക്കണേ. ഇവിടെ ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് എന്ത് സംഭവിക്കും? ഇത് എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇമേജ് കിട്ടുന്നത് ഇതാ ഇവിടെയായിട്ടായിരിക്കും ഇമേജ് കിട്ടുന്നത്. മനസ്സിലായല്ലോ? റേ ഡയഗ്രം കണ്ടോ, ചിത്രത്തിൽ ഇതൊറ്റ ഒരു കേസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് കൃത്യമായിട്ട് നിങ്ങൾ വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. Fനും ലെൻസിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ അവിടെ കിട്ടുന്ന ഇമേജ് ഇവിടെ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനി എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഇമേജ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇനി അതിന്റെ പ്രത്യേകതകൾ വരുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? വെർച്വൽ ആണ് അല്ലേ, വെർച്വൽ ഇമേജ് ആണ് ഉണ്ടാവുന്നത്. എൻലാർജ്ഡ് ആണ്, വെർച്വൽ ആണ്, എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ് അവിടെ ഉണ്ടാവുന്നത് ഇല്ല. സെയിം സൈഡിലും ഇല്ല, ഒബ്ജക്റ്റിന്റെ സെയിം സൈഡിലും ആയിരിക്കും, സെയിം സൈഡ് കേട്ടോ, സെയിം സൈഡിലും ആയിരിക്കും അതവിടെ ഉണ്ടാകുന്നത്. അതൊക്കെ പ്രത്യേകതകളാണ്. ഇനി എന്താണ് ക്വസ്റ്റ്യൻ? ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് 10 centimeter ഇല്ല, ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് 10 centimeter ഫ്രം എ കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെന്ത് 15 centimeter. ക്വസ്റ്റ്യൻ മനസ്സിലായോ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒബ്ജക്റ്റ് വെച്ചിരിക്കുകയാണ് 10 centimeter അല്ലേ, 10 centimeter കോൺവെക്സ് ലെൻസിൽ നിന്നും 10 centimeter മാറി ഒരു ഒബ്ജക്റ്റിനെ വെച്ചിരിക്കുന്നു. അതിന്റെ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് 15 centimeter എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇത് ഇമേജ് ഈസ് ഫോംഡ് 30 centimeter ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന്റെ സെയിം സൈഡ്, അതായത് ഇതാണ് ഫിഗർ, ഒബ്ജക്റ്റിന്റെ സെയിം സൈഡിൽ തന്നെയാണ് ഉണ്ടാകുന്നത് എങ്കിൽ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇമേജിന്റെ ആവർത്തനം കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായ ക്വസ്റ്റ്യൻ? ഈ ഇമേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോക്കൽ ലെന്ത് തന്നിട്ടുണ്ട്. ഫോക്കൽ ലെന്ത് പറഞ്ഞാൽ 15 centimeter എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ സൈഡിലാണ് പോസിറ്റീവ് ആണ്. ഇനി വസ്തു ഇരിക്കുന്നത് എങ്ങനെയാണ്? 10 centimeter കേട്ടോ. വസ്തു ഇരിക്കുന്നത് 10 centimeter ആണ്, അപ്പൊ നെഗറ്റീവ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഏകദേശം ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 15 തന്നെ ആയിരിക്കും. ഇതും 15 തന്നെ ആയിരിക്കും. അപ്പം ഏകദേശം വസ്തു ഇരിക്കുന്നത് ഇവിടെ ആയിരിക്കും, 10 centimeter പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇനി ഇമേജിലേക്കുള്ള ദൂരം ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ് ഇമേജിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞിരിക്കുന്നത്? 30 centimeter. സെയിം സൈഡ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇമേജിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞിരിക്കുന്നത് 30 centimeter. V തന്നിട്ടുണ്ട്, -30 ആണ്. ഈ സൈഡിലാണ് -30 ആണ്. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാം. മാഗ്നിഫിക്കേഷൻ M is equal to എന്താണ്? V/U അല്ലേ. V എന്ന് വെച്ചാൽ -30 ആണ്, U എന്ന് പറഞ്ഞിരിക്കുന്ന -10 ആണ്. അപ്പൊ മാഗ്നിഫിക്കേഷൻ എത്ര വരും? 3 വരും. M is equal to എത്രയാണ്? 3 എന്നാണ് വരുന്നത്. മനസ്സിലായല്ലോ? ഈ മാഗ്നിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് വാല്യൂ ആവുകയാണെങ്കിൽ ഓർക്കുക കേട്ടോ, മാഗ്നിഫിക്കേഷന്റെ വാല്യൂ പോസിറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇമേജ് എങ്ങനെയായിരിക്കും? അവിടെ ഉണ്ടാകുന്നത് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വെർച്വലും ആണ് അല്ലേ. ഈ പിക്ചറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ്. അതായത് മാഗ്നിഫിക്കേഷൻ വാല്യൂ പോസിറ്റീവ് ആയി, അല്ലെങ്കിൽ നമ്മുടെ ഇമേജിൽ നമുക്ക് മനസ്സിലായി. അപ്പൊ മാഗ്നിഫിക്കേഷൻ മാത്രം നമുക്കറിയാമെങ്കിലും എന്താണ് ഇമേജിന്റെ പ്രത്യേകതകൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇറക്റ്റ് ആണ്, വെർച്വൽ ആണ് കേട്ടോ. ഇനി ഇൻ കേസ് മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആവുകയാണെങ്കിൽ പഠിച്ചു വെക്കുക കേട്ടോ.
നെഗറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇൻവേർട്ടഡ് ആണ് കേട്ടോ, ഇൻവേർട്ടഡ് ആണ്. അതുപോലെ തന്നെ റിയലും ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ക്ലിയർ ആയല്ലോ? അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകളൊക്കെ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പൊ ക്ലിയർ ആയാലും ഇത്രയും ക്വസ്റ്റ്യൻസ്, ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഓൾമോസ്റ്റ് 3 മാർക്കിന്റെയും 4 മാർക്സിന്റെയും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്തു കേട്ടോ. അപ്പം ക്വസ്റ്റ്യൻസും 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ 10 ക്വസ്റ്റ്യൻ ഏകദേശം 30 മാർക്കിന് മേളിൽ കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു കേട്ടോ. അപ്പൊ ഇതെല്ലാം പഠിക്കുക. വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളുണ്ട്, അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. കൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് കൺസെപ്റ്റ് ക്ലിയർ ആക്കുക കേട്ടോ, കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ ഇതുപോലെയുള്ള മറ്റു ക്വസ്റ്റ്യൻസുകളുണ്ട്, അതുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവരും ഇത്തരം ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഉപകാരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ആർക്കെങ്കിലും അറിയാൻ മേലാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അവരും പഠിക്കട്ടെ കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്